ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. അപ്പോൾ CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B are two stations 455 കിലോമീറ്റർ അപ്പാർട്ട്. അപ്പോൾ ജസ്റ്റ് രണ്ട് ട്രെയിൻ സ്റ്റേഷൻ ആണെന്ന് വിചാരിച്ചോ. ഇവിടെ A ആണ്, ഇവിടെ B ആണ്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 455 ആണ്. എ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം സ്റ്റേഷൻ എ. സ്റ്റേഷൻ എയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാണ് അറ്റ് 9 AM. ഓക്കെ ആണല്ലോ, 9 AM. റൺ ടുവാർഡ്സ് സ്റ്റേഷൻ ബി. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാണ് വിത്ത് എ സ്പീഡ് ഓഫ് 55 കിലോമീറ്റർ പെർ ഹവർ. 55 കിലോമീറ്റർ പെർ ഹവർ. അനദർ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം സ്റ്റേഷൻ ബി അറ്റ് 10 AM. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, വേറൊരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 AM, അതായത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ആ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ പെർ ഹവർ ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് ടൈം ഡു ദ ട്രെയിൻ മീറ്റ്? ആ ഏത് സമയത്തായിരിക്കും രണ്ട് ട്രെയിനും മീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് രണ്ടും ഒരേ സമയത്തല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ട്രെയിൻ ഇവിടെ നിന്ന് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 455 ആണ്. അപ്പോ ഫസ്റ്റത്തെ ആ ഒരു മണിക്കൂർ കൊണ്ട് 10 മണി വരെയുള്ള സമയം കൊണ്ട് അത് എന്ത് ചെയ്യും, ഒരു 55 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ. അപ്പൊ 455 നിന്ന് 55 പോയി. ഇനി ബാക്കി എത്ര ഡിസ്റ്റൻസേ ഉള്ളൂ, ബാക്കി 400 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുള്ളൂ. അപ്പൊ ഇപ്പൊ സമയം എന്ന് പറയുന്നത് 10 മണിയാണ് അല്ലെ, 10 മണിയാണ് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 10 മണിക്ക് രണ്ടാളും സ്റ്റാർട്ട് ചെയ്യാണ്. രണ്ടാളും ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അതായത് 55 കിലോമീറ്റർ കഴിഞ്ഞു, ഇനി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, അവിടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് വരാണ്. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ദാറ്റ് മീൻസ് രണ്ടിന്റെ കൂടി സ്പീഡ് എന്ത് ചെയ്യും, ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ 45 + 55 എന്ന് പറയുമ്പോൾ 100 കിലോമീറ്റർ പെർ ഹവർ ആണ് സ്പീഡ് വരിക. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 400 ആണ്. 455 എടുക്കരുത്, 55 ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ മണിക്കൂറിൽ. ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡ് ആണ് 100. ദാറ്റ് മീൻസ് 4 ഹവർ. ഇപ്പോ 10 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ, 10 മണിയിൽ നിന്ന് 4 ഹവറും കൂടി കൂട്ടുന്ന സമയത്ത് ഓൾമോസ്റ്റ് 2 PM ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ 10 ഡിജിറ്റ് നമ്പർ M3034846 is divisible by both 8 and 11. ഈ ഒരു നമ്പർ എന്ത് ചെയ്യാണ്, both 8 കൊണ്ടും അതുപോലെ തന്നെ 11 കൊണ്ടും ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n² + n² - 18? m² + n² - 18 വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളോട് ചോദിക്കാണ്. അപ്പോ ഒരു ടേം 8 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ലാസ്റ്റത്തെ 3 നമ്പർ എന്ത് ചെയ്യണം, 8 കൊണ്ട് ഡിവിസിബിൾ ആവണം. അപ്പോ 62 ഈ ലാസ്റ്റ് n എന്ന് പറയുന്ന ഈ ഒരു ടേം തീർച്ചയായിട്ടും 8 കൊണ്ട് റിമൈൻഡർ ഒന്നും ഇല്ലാതെ 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോൾ നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം 624 എന്താണ് കറക്റ്റ് ആയിട്ട് 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ എത്ര ആയിട്ട് കിട്ടും, 4 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി 11 നോക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. ജസ്റ്റ് നോക്കാം. m² പ്ലസ് n-ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 4 കിട്ടി. 4² എത്രയാണ്, 16 - 18. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം. m² ഇവിടെ 16 - 18 എന്ന് പറയുമ്പോൾ -2 ആണ്. m² - 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോ ഏതോ ഒരു നമ്പറിന്റെ ഒരു സ്ക്വയർ. ഓക്കെ, ആ ഒരു നമ്പർ എന്തായിരിക്കണം, ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആയിരിക്കും വേണം. ആ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ -2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ നോക്കാം, ഒരു 5 എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ക്വയർ -2 ആണോ, തീർച്ചയായിട്ടും 5 വരുന്നത്. അങ്ങനെ ആണെങ്കിൽ 7 ഒരു സ്ക്വയർ ആവണമായിരുന്നു അല്ലെ, തീർച്ചയായിട്ടും അല്ല. 6 ആ രീതിയിലാണോ, അങ്ങനെയാണെങ്കിൽ 8 ഒരു സ്ക്വയർ ആവണമായിരുന്നു, 8 ഒരു സ്ക്വയർ അല്ല. നെക്സ്റ്റ് 8 അങ്ങനെയാണോ, 8 അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ 10 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമായിരുന്നു, അതുമല്ല. അങ്ങനെയാണെങ്കിൽ 7 നമ്മുടെ ആൻസർ ആവില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ 7 ആയിക്കൂടെ. അതായത് 7 + 2 എന്ന് പറയുമ്പോൾ 9 ആണ്. 9 എന്ന് പറയുന്നത് എന്താണ്, 3-ന്റെ സ്ക്വയറും ആണ്. 9 - 2 എന്ന് പറയുന്നുണ്ട് 7 വരുന്നത്. അതായത് പെർഫെക്റ്റ് സ്ക്വയർ, അതായത് m² അല്ലെ. അപ്പൊ m എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, 3² - 2 ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് 3 ഇട്ടിട്ട് ആ ഒരു നമ്പർ ഡിവിസിബിൾ അല്ലേ എന്നുള്ളത്, അതായത് m-ന്റെ വാല്യൂ 3 ഇട്ടിട്ട് ഡിവിസിബിൾ അല്ലേ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് ആയിട്ട് ഡിവിസിബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഗിവൺ ഇവന്റ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ പ്രോബബിലിറ്റീസ്. അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ പ്രോബബിലിറ്റീസ്, അതായത് ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോ 2/20 ഇവിടെ 175/200 ആ രീതിയിലൊക്കെയാണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ 200ലേക്ക് മാറ്റാണ്. 2/20 ആണ് ഇപ്പൊ നിലവിലുള്ളത്. അതായത് ടാർഗറ്റ് ഹിറ്റ് ഇൻ 2 times in 20 ഷോട്ട്. 20 ഷോട്ടിൽ 2 ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് 2/20 ആണ്. ഇത് നമുക്ക് അങ്ങനെ പറയാം,
20 divided by 200 എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തേത് 175 divided by 200 ആണ്. നെക്സ്റ്റ് 92ന്റെ ഇരട്ടി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 184 divided by 200 ആണ്. നെക്സ്റ്റ് ടാർഗറ്റ് ഈസ് ഹിറ്റ് 2 times in 5 shots. 5നെ നമുക്ക് 200ലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 into 40 80 ആണ് വരിക. അടുത്തത് 5/13 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു 4 വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ 4 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുത് ഏതാ വരുന്നത്? ഏറ്റവും ചെറുത് എ ആണ് വരുന്നത്. ഓക്കെ, ഏറ്റവും ചെറുത് എ ആണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഏതാണ്? നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബി ആണ്. നെക്സ്റ്റ് വരുന്നത് സി ആണ്. എ ഡി ബി സി. ഓക്കെ, എ ഡി ബി സി ആ ഒരു ഓർഡറിൽ നമുക്ക് തീർച്ചയായിട്ടും വരണം. എ ഡി ബി സി ഒരു ഓർഡർ എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ഇതൊരു പോസിബിലിറ്റി ആണ്. ഓക്കെ, ഇവിടെയും എന്റെ മുമ്പ് എന്ത് വന്നിട്ടുണ്ട്? ബി വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനും നമുക്ക് ആവില്ല. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ ആണോ മൂന്നാമത്തെ ഓപ്ഷൻ ആണോ ആൻസർ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 13നെ ഓൾമോസ്റ്റ് ഒരു 15.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക? ഓൾമോസ്റ്റ് നമുക്കൊരു 200ലേക്ക് എത്തിക്കാൻ പറ്റുക അല്ലെ? ജസ്റ്റ് 15 into 13 എന്ന് പറയുമ്പോൾ, അതായത് 10 into 15 എന്ന് പറയുമ്പോൾ 150 ആണ്. 3 into 15 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വന്നു? 45 വന്നു. അപ്പോൾ ഒരു 15.3 നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ? അതായത് 0.3 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 5 വരും. ആ രീതിയിൽ നമ്മൾ 15.3 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 15.3ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 153ന്റെ പകുതി എടുത്താൽ മതി. 153ന്റെ പകുതി 150ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 75 ആണ്. അപ്പൊ 76.5. ഓക്കെ, 76.5 divided by 200. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർഡർ കിട്ടും. ഫസ്റ്റ് നമുക്ക് ഏതാ വരിക? എ ആണ് വരിക. സെക്കൻഡ് നമുക്ക് ഏത് വരും? ഇ വരും. അപ്പൊ എ ഇ ഡി ബി സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. വെരി ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ വെർട്ടീസസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ A13 B35 CXY and the centroid is 11/3 16/3 then XY is equal to. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മൂന്നാമത്തെ വെർട്ടിസസ് XY എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിന്റെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ സീന്റെ കോർഡിനേറ്റ്സ് എക്സിന്റെയും വൈന്റെയും വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കുക സെൻട്രോയിഡ് എങ്ങനെ വന്നതെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റ് മാത്രം ജസ്റ്റ് ആഡ് ചെയ്യാം. എത്രയാണ്? 1 പ്ലസ് രണ്ടാമത്തെ എക്സ് കോർഡിനേറ്റ് 3 ആണ്. മൂന്നാമത്തെ എക്സ് കോർഡിനേറ്റ് എക്സ് ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എന്ത് വരും? 11/3 വരും. അങ്ങനെയാണെങ്കിൽ 3യും 3യും എന്ത് ചെയ്തു? നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 11. എക്സ് ഇസ് ഈക്വൽ ടു എത്ര വന്നു? 7 വന്നു. അപ്പൊ എക്സിന്റെ വാല്യൂ 7 വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെട്ടിക്കളയാം, ഈ ഒരു ഓപ്ഷൻ വെട്ടിക്കളയാം. ഈ രണ്ട് ആൻസർ ആയിരിക്കും. ഇതിലേതെങ്കിലും ആയിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സിമിലർലി വൈയും ചെയ്യാം. 3 പ്ലസ് 5 പ്ലസ് വൈ divided by 3 is equal to 16 divided by 3. 3യും 3യും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. 8 plus y is equal to 16. y is equal to 8 വന്നു. ഓക്കെ, അപ്പൊ 7 8 എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of base radii of a cylinder and cone is 3:4 and their height are in the ratio 2:3. അങ്ങനെയാണെങ്കിൽ then the ratio of their volume. ജസ്റ്റ് നോക്കിക്കോ, ബേസ് റേഡിയന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. ഹൈറ്റിന്റെ റേഷ്യോ 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വോളിയത്തിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോ സിലിണ്ടറിന്റെ ബേസ് റേഡിയ നോക്കാം. പൈ ആർ സ്ക്വയർ എച്ച് ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോണിന്റെ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ എച്ച് ബൈ 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് റേഷ്യോ കൊടുക്കുന്ന സമയത്ത് ഓക്കെ, ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. 3ന്റെ സ്ക്വയർ 9 വരും. ഓക്കെ, 9 പൈ. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 2 ആണ്. ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് പൈ ഇൻറ്റു ആർ സ്ക്വയർ 16 ആണ്. ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 3 ആണ്. ഡിവൈഡഡ് ബൈ 3. 3യും 3യും ക്യാൻസൽ ആയി പോയി. അതുപോലെ തന്നെ പൈയും ക്യാൻസൽ ആയി പോയി. ഇസ് ഈക്വൽ ടു 18 ഡിവൈഡ് ബൈ 16 വരും. ദാറ്റ് മീൻസ് 9 ഡിവൈഡ് ബൈ 8 അല്ലാന്നുണ്ടെങ്കിൽ 9:8 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. LCM ഓഫ് 2⁻², 3 ക്യൂബ്, 5⁻4, അതുപോലെ തന്നെ 7 ആൻഡ് 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7⁻4. ഇതിന്റെ രണ്ടിന്റെ LCM എന്ന് പറയുമ്പോൾ രണ്ടിലുള്ള ടേംസിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ മാത്രം എന്ത് ചെയ്യുക? നമ്മൾ കൺസിഡർ ചെയ്യാം. ഇപ്പൊ 2 ഇതിലുണ്ട്. 2 എവിടെ ഹയസ്റ്റ് പവർ വരുന്നത്? 2 സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ 2 ക്യൂബ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 ക്യൂബ് ആണ് നമ്മൾ അതിന്റെ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് 3 ക്യൂബ് ഉണ്ട്. ഇവിടെ 3 മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് 3 ക്യൂബ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇവിടെ 5⁻4 ഉണ്ട്. അപ്പൊ 5⁻4 കൺസിഡർ ചെയ്യണം. ഇവിടെ 5 മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ 7⁻4 ഉണ്ട്. അപ്പൊ 7⁻4 നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ വരുന്ന ഏതാ നോക്കുക? ഓപ്ഷൻ 3 ആണല്ലോ. അപ്പൊ A3 എന്നുള്ളത് ഫസ്റ്റിലും ഇതിലും ആ രീതിയിൽ തന്നെയാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. HCF ഓഫ് 2 ക്യൂബ് 3 സ്ക്വയർ ഇൻറ്റു 5.
ആൻഡ് 3 സ്ക്വയർ ഇൻറ്റു 2⁴ ഇൻറ്റു 5 ക്യൂബ്. അപ്പൊ ഇതിന്റെ HCF എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ടേംസ് ആണ്. ഇപ്പൊ ഇവിടെ 2 ക്യൂബ് ഉണ്ട്, പക്ഷെ ഇവിടെ 2⁴ ആണ്. രണ്ടിലും കൂടി കോമൺ ആയിട്ട് 2 ക്യൂബ് മാത്രമേ വരുള്ളൂ. 2⁴ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല HCF എടുക്കുന്ന സമയത്ത്. 2 ക്യൂബ് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് 3 സ്ക്വയറും രണ്ടിലും 3 സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ക്യൂബ് ഉണ്ട്. അപ്പൊ 5 മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ദാറ്റ് മീൻസ് ഓപ്ഷൻ 4 ആണ്. അപ്പൊ B4 ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനും വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഇനി 3 അല്ലെങ്കിൽ 4 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഓപ്ഷൻ സിയുടെ LCM നോക്കാം. 5⁻7 ഇവിടെ 5⁻, ഒന്നുമില്ല. അപ്പൊ 5⁻7 ആയിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ ടൈം വരിക. 7⁻5 7⁻14 ഉണ്ട്. അപ്പൊ 7⁻14 കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് 2⁻12 ഉണ്ട്. അപ്പൊ 2⁻12 കൺസിഡർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 3⁻5 ഉണ്ട്. 3⁻5 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5⁻7 ഓക്കെ 7⁻14 3⁻5 2⁻12 ദാറ്റ് മീൻസ് സി എന്ന് പറയുന്നത് 2 ആണ്. സി എന്ന് പറയുന്നത് 2 ആണ്. ആ രീതിയിൽ വരുമ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ മീൻ ഓഫ് PQR ഈസ് M ദാറ്റ് മീൻസ് P plus Q plus R divided by 3 is equal to M. അല്ല എന്നുണ്ടെങ്കിൽ P plus Q plus R is equal to 3M എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ PQ plus QR plus RP is equal to 0. അങ്ങനെയാണെങ്കിൽ then the mean of P square Q square R square, അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് P square plus Q square plus R square divided by 3 എത്ര ആയിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അൽജീബ്ര പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇക്വേഷൻ നമ്മൾ അല്ലെങ്കിൽ അവിടെ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? A plus B plus C whole square is equal to A square plus B square plus C square plus 2 into AB plus BC plus AC. ഓക്കെ, ഈ ഒരു സെയിം കാര്യമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ P plus Q plus R നമുക്കറിയാം 3M ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 9M square ആവും. ഈക്വൽ ടു A square plus B square plus C square അതേപോലെ തന്നെ കൊടുക്കുകയാണ് P square plus Q square plus R square. ഓക്കെ, ഈ ഒരു വാല്യൂ ഇത് സെയിം അല്ലേ? അതിന്റെ വാല്യൂ 0 ആണ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ 0 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 into 0 0 തന്നെയാണ് വരിക. അപ്പൊ 9M square is equal to P square plus Q square plus R square ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇതിന്റെ ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനെന്ത് ചെയ്യുക? ജസ്റ്റ് ഡിവൈഡ് ബൈ 3 ചെയ്യാം. ഇതിനെന്ത് ചെയ്യാം? ജസ്റ്റ് ഡിവൈഡ് ബൈ 3 ചെയ്യാം. അവിടെ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം? ജസ്റ്റ് ഡിവൈഡ് ബൈ 3 ചെയ്യണം. 9ഉം 3ഉം കട്ടായി ബാക്കി 3M square ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sum was invested on simple interest at certain rate for 3 years. ഓക്കെ, ഇപ്പോൾ ഒരു certain simple interest റേറ്റിന് എന്ത് ചെയ്യാണ്? 3 ഇയറിന് ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. Had it been invested at 2% higher rate, it would have fetched 360 more interest. 2% കൂടി ആയിരുന്നു എക്സ്ട്രാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കായിരുന്നെങ്കിൽ നമുക്ക് 360 രൂപ എക്സ്ട്രാ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ്, വാല്യൂ ഓഫ് സം ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കിക്കോ. P into ഓക്കെ നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആണ് ഇൻറ്റു R plus 2 divided by 100 minus P into 3 into R divided by 100 is equal to 360. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3PR plus 6P minus 3PR is equal to 36000. ഓക്കെ ആണല്ലോ, ഈ രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. 6P is equal to 36,000. അങ്ങനെയാണെങ്കിൽ P is equal to 6,000 രൂപയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 years ago Nuri was thrice old as Sonu. That means 5 years ago Nuri was thrice the old as Sonu. അപ്പോൾ സോനു മൈനസ് 5 തന്നെ കൊടുക്കുന്നുണ്ട്. രണ്ടാളെ ഏജിൽ നിന്നും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 5 മൈനസ് ചെയ്യുന്നുണ്ട്. Then after 10 years from now, that means n plus 10. ഓക്കെ, n എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഏജ് ആണ്, s എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഏജ് ആണ് അവരുടെ. ഓക്കെ, ആഫ്റ്റർ 10 years from now, ഇപ്പോ ഉള്ള ഏജിൽ നിന്ന് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് Nuri will be twice as old as Sonu. ഓക്കെ, സോനു പ്ലസ് 10 into twice. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജസ് ഓഫ് Nuri ആൻഡ് സോനു ആണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? n minus 5 is equal to 3s minus 15 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ n is equal to 3s. ഓക്കെ, 3s minus 10 എന്ന് പറയാം. അപ്പൊ ആ ഒരു ജസ്റ്റ് കാര്യം അല്ലെങ്കിൽ 3s minus 10 എന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3s minus 10 plus 10 അല്ലെ, n മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, പ്ലസ് 10 ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. ഈക്വൽ ടു 2s plus 20 ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? ഈ ഒരു മൈനസ് 10 പ്ലസ് 10 ഓൾറെഡി കട്ടായി പോകും. 3s minus 2s എന്ന് പറയുമ്പോൾ s ആണ്. s is equal to 20 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, എസിന്റെ വാല്യൂ 20. സോനുവിന്റെ ഏജ് എന്താണ്? നമുക്ക് 20 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്നിന്റെ വാല്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് നോക്കാം, n minus 5 is equal to
3 into s minus 5. s minus 5 എന്ന് പറയുമ്പോൾ 20 minus 5 15 ആണ്. 15 into 3 45 ആണ്. അങ്ങനെയാണെങ്കിൽ n is equal to 50 വന്നു. അപ്പൊ 50യും അതുപോലെ തന്നെ 20 ആണ്. n is equal to 50 അല്ലെ? അപ്പൊ ഫസ്റ്റ് 50 വരണം. 50യും അതുപോലെ തന്നെ 20യും. ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റെയിൽവേ ഹാഫ് ടിക്കറ്റ് കോസ്റ്റ് ഹാഫ് ദ ഫുൾ ടിക്കറ്റ്. ഓക്കെ, പറയുമ്പോൾ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒരു ഹാഫ് ടിക്കറ്റ്, ഒരു റെയിൽവേന്റെ ഹാഫ് ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഒരു ടിക്കറ്റ് 100 രൂപയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഹാഫ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് 50 രൂപയാണ് ആവുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഹൗഎവർ ദ റിസർവേഷൻ ചാർജ് ഫോർ ഓൾ ടിക്കറ്റ് ഈസ് കോൺസ്റ്റന്റ്. പക്ഷെ റിസർവേഷൻ കോസ്റ്റ് എന്താണ്? ഇനിയിപ്പോ ഹാഫ് ടിക്കറ്റ് എടുത്താലും ഫുൾ ടിക്കറ്റ് എടുത്താലും റിസർവേഷൻ കോസ്റ്റ് ഒക്കെ സെയിം ആണ്. ഓക്കെ ആണല്ലോ. 1 full reserved ticket for a journey is 525. അപ്പോ ഞാൻ കൺസിഡർ ചെയ്യാണ് റിസർവേഷൻ ചാർജ് 6 ആക്കി കൺസിഡർ ചെയ്യാണ്, പ്ലസ് ഒരു ഫുൾ ടിക്കറ്റിന്റെ പൈസ ഞാൻ F ആക്കി കൺസിഡർ ചെയ്യാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് 525 രൂപ വരുന്നത്. ഓക്കെ, ഇഫ് കോസ്റ്റ് ഓഫ് 1 full and 1 half reserved ticket, അതായത് ഒരു ഫുൾ ടിക്കറ്റും അതുപോലെ തന്നെ ഒരു ഹാഫ് റിസർവ്ഡ് ടിക്കറ്റും, അതായത് ജസ്റ്റ് നോക്കിക്കോ, 2 റിസർവേഷന്റെ പൈസ അവിടെ, അതായത് റിസർവേഷന്റെ രണ്ടും പൈസ സെയിം ആണ്. പക്ഷേ ഇവിടെ ഒരു ഫുൾ ടിക്കറ്റും ഒരു ഹാഫ് ടിക്കറ്റും അല്ലെ, അതിന്റെ പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 850 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ റിസർവേഷൻ ചാർജ് പെർ ടിക്കറ്റ്, അതായത് ഓരോ ടിക്കറ്റിന്റെ റിസർവേഷൻ ചാർജ് എത്ര വരും എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എനിക്ക് അങ്ങനെ എഴുതാം. 2r plus f plus 1/f എന്ന് പറയുമ്പോൾ 3/2f ആണ്. 3/2f is equal to 850. ഇവിടെ ഞാൻ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 2r into 2f is equal to 525 into 2 എന്ന് പറയുമ്പോൾ 1050 വരും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഞാൻ കുറക്കാണ്. ഓക്കെ, ഇത് 1, ഇത് ഞാൻ 2 എന്ന് കൊടുക്കാണ്. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് മോഡിഫൈ ചെയ്താണ് ഈ ഒരു ഇക്വേഷൻ. 2r minus 2r 0 ആണ്. 2f minus 3/2f. ഓക്കെ, ദാറ്റ് മീൻസ് 2ൽ നിന്ന് 1.5 കുറച്ചാൽ എത്രയാണ്? 0.5 ആണ്. ദാറ്റ് മീൻസ് 1/2f ആണ്. ഇസ് ഈക്വൽ ടു 1050 മൈനസ് 850 200 ആണ്. അങ്ങനെയാണെങ്കിൽ f is equal to 400 കിട്ടി. അപ്പോൾ എഫിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം r plus f is equal to എത്രയാണ്? 525 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ f is equal to 400 ആണ്. r is equal to 525 മൈനസ് 400, ദാറ്റ് മീൻസ് 125 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.